കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ കേസിൽ അറസ്റ്റിലായ KSU നേതാവ് KS ഷാലിഖും ആഷിഖും മുൻപും ലഹരി ഇടപാട് നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ, നഗരത്തിലെ ലഹരി വിൽപ്പനക്കാർ എന്നിവരിൽ നിന്നാണ് ഇവർ കഞ്ചാവ് വാങ്ങിയിരുന്നതെന്നും പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് കളമശ്ശേരിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ KSU നേതാക്കൾ ഷാലിഖ്, ആഷിഖ് ഇവർ രണ്ടുപേരും സ്ഥിരം ലഹരി കുറ്റവാളികളാണ് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇവർ നേരത്തെയും ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഒപ്പം തന്നെ കഞ്ചാവ് മാഫിയ സംഘങ്ങൾ, ഇവരിൽ നിന്നൊക്കെയാണ് ഈ KSU നേതാക്കളിലേക്ക് കഞ്ചാവ് എത്തിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വഴി തേടുകയാണ് പോലീസ്. എങ്ങനെ ഇവരിലേക്ക് കഞ്ചാവ് എത്തുന്നു, ഇവർ ഏതൊക്കെ വഴികളിലൂടെയാണ് കഞ്ചാവിന് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. മനു, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ടതും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് അവിടെ നിന്ന് കഞ്ചാവ് പിടിയുടെ കേസിൽ അറസ്റ്റിലായ 2 KSU നേതാക്കൾ, ഇവർ കഴിഞ്ഞ ഒരു വർഷമായി ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന KS ഷാലിഖ്, ഒപ്പം സജീവ പ്രവർത്തകനായ ആഷിഖ്, ഈ 2 പേരുമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചത്. ഇവർ കഞ്ചാവ് ശേഖരിച്ചിരുന്നത് ഈ കഞ്ചാവ് മാഫിയ, പതിവായി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, നഗരത്തിൽ ഈ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നവർ എന്നിവരിൽ നിന്നൊക്കെയാണ് ഇവർ കഞ്ചാവ് പതിവായി ശേഖരിച്ചിരുന്നത്. ഇവരിൽ നിന്ന് പോലീസ് പറയുന്നതനുസരിച്ച് കിലോയ്ക്ക് 18,000 രൂപ നൽകിയൊക്കെയാണ് ഇവർ ഈ കഞ്ചാവ് ഇവരിൽ നിന്ന് വാങ്ങുന്നത്. അതിനുശേഷം ഈ കഞ്ചാവ് 24,000 മുതൽ 30,000 രൂപയ്ക്ക് വരെ ഇവർ വിറ്റിരുന്നു എന്നാണ് പറയുന്നത്. ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായി ഇങ്ങനെ എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കണ്ണികൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരിൽ നിന്നാണ് ഇവർ ഈ കഞ്ചാവ് വാങ്ങുന്നത് എന്ന് പോലീസിന് വ്യക്തമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ ആലുവ പുറയാർ എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ താമസ സ്ഥലത്ത് എത്തി അയാളിൽ നിന്ന് ഇവർ കഞ്ചാവ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പശ്ചിമ ബംഗാൾ സ്വദേശിയെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് എത്തിയെങ്കിലും ഈ പോലീസ് വരുന്ന വിവരമറിഞ്ഞ് ഇയാൾ അവിടെ നിന്ന് മുങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ അയാളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇവർ ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായി ഇങ്ങനെ ഇടപാട് നടത്തുന്നതോടൊപ്പം കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായും ഇങ്ങനെ ഈ പോളിടെക്നിക്കിലേക്ക് ലഹരി എത്തിച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ക്യാമ്പസിലുണ്ടായി എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ 2 പേരും, ഈ KSUവിൻ്റെ നേതാക്കളായിരുന്ന ഈ 2 പേരും 2022-25 വർഷക്കാലത്ത് അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു. പക്ഷേ ഇവരുടെ പഠന കാലാവധി പൂർത്തിയാക്കും മുമ്പേ ഔട്ടായി എന്നുള്ളതാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. ഹാജർ നില കുറവായിരുന്നു. പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പൂർത്തിയാക്കാത്തത് കൊണ്ടൊക്കെയാണ് ഇവർ ഈ ഔട്ടായത്. ഈ ഔട്ടായതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. 2023 ഔട്ടായി. പക്ഷേ ഈ പഴയ ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഉപയോഗിച്ച് ഇവർ ഈ ക്യാമ്പസിലേക്ക് എത്തുകയും അവിടെ വെച്ച് സെക്യൂരിറ്റി ഇവരെ തടഞ്ഞതാണ്. പക്ഷേ ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവർ ക്യാമ്പസിനകത്തേക്ക് കയറി ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് അധ്യാപകരൊക്കെ അറിഞ്ഞ് ഈ അക്രമവാസനയോടുകൂടി അവിടെ പ്രവർത്തിക്കുകയായിരുന്ന ഈ KSU നേതാക്കളെ അവിടെ തടഞ്ഞു വെച്ചു. പിന്നീട് പോലീസിൽ വിവരമറിയിച്ച് പോലീസ് ഈ ക്യാമ്പസിനകത്തെത്തിയാണ് അന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അവരുടെ ഈ ലഹരി ഇടപാട് തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇവിടേക്ക് കഞ്ചാവ് എത്തിച്ചവരുടെ കൂട്ടത്തിൽ ഈ 2 പേർ ഉണ്ടായിരുന്നു എന്ന് ആദ്യം പിടിയിലായ ആകാശ് മൊഴി നൽകി. ആകാശിൻ്റെ മൊഴിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഈ ആകാശും KSU പ്രവർത്തകനാണ് എന്നുള്ളത് അവിടുത്തെ മറ്റൊരു KSU പ്രവർത്തകനായ ആദിൽ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ ഇതിനകം പിടികൂടിയവരിൽ 3 പേരും KSU പ്രവർത്തകരാണ് എന്നുള്ളത് പക്ഷേ ഉമേഷ്, അങ്ങനെ ആ വ്യക്തത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പക്ഷേ ഉമേഷ്, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ പിടിയിലായ 3 പേരും KSU പ്രവർത്തകരാണ്, KSUവിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്ന വ്യക്തത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും
മറുവശത്ത് മാധ്യമങ്ങളും പ്രതിപക്ഷവും അവിടെ SFIയെ ആക്ഷേപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണാതെ പോകാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇന്നലെയൊക്കെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ ഷാലിഖും ആഷിഖും പിടിയിലായപ്പോൾ അവർ KSU നേതാക്കളാണ് എന്ന് വ്യക്തമായിട്ടും പൂർവ്വ വിദ്യാർത്ഥികൾ എന്നെഴുതി KSU എന്ന പേര് മറച്ചുവെക്കാൻ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വലിയ താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു, വലിയ ജാഗ്രത കാണിക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ മുൻപിലേക്ക് ഈ രണ്ടുപേരുടെ വിവരങ്ങൾ വന്നിട്ടും SFIയെ കുറ്റപ്പെടുത്തും ഞാൻ ഇനിയും എന്ന് പറഞ്ഞു വെക്കുന്ന VD സതീശനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രാഷ്ട്രീയം നമ്മളിവിടെ സംസാരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് KSU നേതാക്കൾ പ്രധാനപ്പെട്ട പ്രതികളായിട്ടും ആക്ഷേപം മുഴുവൻ SFIയുടെ നേർക്ക് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? അതിന് കുടപിടിക്കുന്ന മാധ്യമങ്ങളെ വിമർശിക്കേണ്ടതല്ലേ? അതെ മനു, ഇന്നലെ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാട് അത് ഇന്നലെ തുറന്നു കാട്ടുകയായിരുന്നു. തെളിവ് സഹിതം ആണ് അത് ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്, ഒപ്പം പ്രതിപക്ഷ നേതാവിൻ്റെയും ഇരട്ടത്താപ്പ് ഈ SFI സംസ്ഥാന നേതൃത്വം തുറന്നു കാട്ടിയത്. ഇന്നലെ പിടിയിലായവർ മാത്രമല്ല, ആദ്യം പിടിയിലാവുന്ന ആകാശ്, അതായത് ഏറ്റവും കൂടുതൽ ലഹരി കൈവശം വെച്ചത് ആകാശായിരുന്നു. ആകാശിൻ്റെ മുറിയിൽ നിന്നാണ് 2 കിലോയ്ക്കടുത്ത് കഞ്ചാവ് പോലീസ് പിടികൂടിയത്. ഈ ആകാശിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചു. ആകാശ് KSU പ്രവർത്തകനാണ് എന്ന് പറഞ്ഞത് മറ്റൊരു KSU പ്രവർത്തകൻ തന്നെയാണ്. അതായത് ഈ ആകാശിൻ്റെ മുറിയിൽ ഒപ്പം താമസിച്ചിരുന്ന ആദിൽ, ഈ ആദിലിനെ ഈ കഞ്ചാവ് ഇടപാടുമായി ബന്ധമുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആദിൽ KSUവിൻ്റെ പാനലിൽ അവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മത്സരിച്ചിരുന്നയാളാണ് ആദിൽ. ഈ ആദിൽ പിന്നീട് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. തനിക്കിതിൽ പങ്കില്ല, താൻ ആ മുറിയിൽ താമസിച്ചിരുന്നയാളാണ്, താൻ എവിടെയും ഒളിച്ചോടി പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ സംസാരിക്കുന്നതിനിടയിൽ തന്നെയാണ് ആകാശ് തങ്ങളുടെ സഹപ്രവർത്തകനാണ്, KSU പ്രവർത്തകനാണ് എന്നുള്ള കാര്യം ആദിൽ തന്നെ സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കഞ്ചാവ് പിടികൂടിയ ആകാശ് KSU പ്രവർത്തകനാണ് എന്ന് ആദിൽ തന്നെ സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് ഈ ഷാലിഖും ആഷിഖും പിടിയിലാവുന്നത്. ഷാലിഖിൻ്റെ രാഷ്ട്രീയ ബന്ധം, KSU ബന്ധം എന്താണ് എന്നുള്ളത് തെളിവ് സഹിതം ഇന്നലെ വിവരങ്ങൾ പുറത്തു വന്നു. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഇവരുടെ ഈ KSUവിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഈ ഷാലിഖ് വിതരണം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചു. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആഷിഖ് ഉണ്ടായിരുന്നതടക്കമുള്ള വിവരങ്ങൾ പങ്കുവച്ചു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം ഇന്നലെ SFI പുറത്തുവിട്ടത് ഈ മരട് അനീഷ്, കൊച്ചിയിൽ അറിയപ്പെടുന്ന ഗുണ്ടാ നേതാവായ മരട് അനീഷാണ് ഈ KSUവിൻ്റെ ജാഥ, അലോഷ്യസ് സേവർ നയിക്കുന്ന KSUവിൻ്റെ ജാഥ എറണാകുളത്തെത്തിയപ്പോൾ അതിന് സ്വീകരണം നൽകിയത് മരട് അനീഷായിരുന്നു. ഈ മരട് അനീഷിനൊപ്പം KSUവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായ ഗോകുൽ ഗുരുവായൂർ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം, ഇതൊക്കെ സഹിതം ആണ് SFI സംസ്ഥാന സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നത്. ഇത് ഇന്നലെ രാവിലെ, അതായത് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഏതാണ്ട് 24 മണിക്കൂർ മുമ്പ് തന്നെ ഇവരുടെ ഈ KSU ബന്ധമൊക്കെ വ്യക്തമായതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ടാണ് SFI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത്. ആ നിമിഷം വരെയും ഒരാളും ഇവരുടെ രാഷ്ട്രീയം, അതായത് KSU ബന്ധം ആരും പുറത്തു പറഞ്ഞില്ല എന്നുള്ളത് അത് ഭയങ്കര രസകരമാണ്. നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ, ആ വാർത്തയുടെ പാറ്റേൺ ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 2 ദിവസം മുൻപാണല്ലോ ഈ റെയ്ഡ് നടക്കുന്നതും ഈ കഞ്ചാവ് പിടികൂടുന്നതും ഒക്കെ. ആദ്യ മിനിറ്റിൽ വന്ന ബ്രേക്കിംഗ് എന്തായിരുന്നു? SFI നേതാക്കൾ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നു എന്ന ബ്രേക്കിംഗ് ആയിരുന്നല്ലോ എല്ലാ ചാനലുകളിലൂടെയും ആദ്യ മിനിറ്റുകളിൽ ഇങ്ങനെ പാഞ്ഞെത്തിയത്. പിന്നീട് അത് വലിയ ചർച്ചയാകുന്നു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ സകലമാന നേതാക്കളും SFIക്കെതിരെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കഥയങ്ങ് മാറുകയാണ്. ഈ ആകാശ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് പിടിച്ച 2 കിലോ കഞ്ചാവ് പിടിച്ച ആകാശ് KSU പ്രവർത്തകനാണ് എന്ന സത്യം പുറത്തേക്ക് വരുമ്പോഴേക്കും മാധ്യമങ്ങൾ പതുക്കെ സംഘടനയുടെ പേര് മാറ്റി അവിടെ വിദ്യാർത്ഥികൾ എന്നാക്കുന്നു. KSUവിൻ്റെ പേര് ഒരിടത്തും പറയുന്നില്ല, വിദ്യാർത്ഥികൾ എന്ന് മാത്രമാക്കുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമായപ്പോഴാണ് വൈകുന്നേരമാകുമ്പോഴേക്കും പതിയെ മനസ്സില്ലാ മനസ്സോടെ KSU എന്ന് ആകാശിനെ കുറിച്ച് പറയുന്നത് തന്നെ. അതിനുശേഷം ഇന്നലെ രാവിലത്തെ സംഭവം, ഈ ഷാലിഖും ആഷിഖും പിടിയിലാകുന്നു. അവർ KSU നേതാക്കളായിരുന്നു എന്നത് വ്യക്തമാണ്. പക്ഷെ ഒരിടത്തും പറയുന്നില്ല, പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് മാത്രം എഴുതി കാണിക്കുന്നു. മലയാള മനോരമ പത്രമാണെങ്കിൽ KSU എന്ന് എഴുതാതിരിക്കാനുള്ള വലിയ ജാഗ്രത പ്രധാനപ്പെട്ട വാർത്തകളടക്കം ഇന്നലെ കാണിക്കുന്നത് കണ്ടതാണ്. ഇങ്ങനെ കാണിക്കുന്ന ഈ പക്ഷപാത തരം സത്യത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക? ആരെയാണത് സംരക്ഷിക്കുക? അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതെ മനു, അത് ഇന്നലെ ഓരോ മലയാള ദിനപത്രങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് SFI സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞത്. ഇവരുടെ ഈ പിടിയിലായത് SFI നേതാക്കൾ എന്ന തരത്തിലൊക്കെയാണ് ഇന്നലത്തെ പത്രങ്ങളിൽ വാർത്ത വന്നത്.
അതിനുശേഷം ഇന്നലെ SFI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു. ഇന്നും പത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഈ തലക്കെട്ടിൽ എവിടെയും ഈ KSU ബന്ധം പറയുന്നില്ല എന്നുള്ളതാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന തലക്കെട്ടിൽ തന്നെയാണ് ഇന്നും പലരും വാർത്ത നൽകിയിരിക്കുന്നത്. അത്രത്തോളം പക്ഷപാതിത്വം അതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം കയർക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളോടക്കം അദ്ദേഹം കയർത്ത് സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്ന വലിയ ആരോപണം ഇന്നലെ SFI സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതായാലും SFI അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരി മാഫിയയ്ക്ക് ഒരു തരത്തിലും ഒരു ക്യാമ്പസിലും ഇടം നൽകില്ല. ഈ ലഹരി മാഫിയയ്ക്കെതിരായുള്ള പോരാട്ടം ഇനിയും ശക്തമായി തന്നെ തുടരും. മാത്രമല്ല ഇവിടെ ഇത്തരത്തിൽ ലഹരി ഇടപാടിനെ സംബന്ധിച്ച ചില സംശയങ്ങൾ വന്നപ്പോൾ അക്കാര്യം പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ അറിയിച്ചത് SFI പ്രവർത്തകരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ SFI സംസ്ഥാന നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് SFIയും അവരുടെ നിലപാടായി പറയുന്നത്. അതിനെല്ലാ പിന്തുണയും SFI നൽകും. ക്യാമ്പസ് ലഹരിമുക്തമാക്കാനുള്ള ബോധവൽക്കരണ പരിപാടികളടക്കം SFI തുടരും എന്നും വ്യക്തമാക്കിയതാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ നടപടികൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ പരിശോധനകൾ തുടരുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ കളമശ്ശേരി പോലീസിൻ്റെ നേതൃത്വത്തിൽ കുസാറ്റ് ക്യാമ്പസിൻ്റെ പരിസരത്തൊക്കെ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ വ്യാപക പരിശോധനയിൽ ഒരു വിദ്യാർത്ഥിയെ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ചെറിയ അളവിൽ കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അതിനർത്ഥം ഇനിയും ശക്തമായ പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത്തരത്തിൽ സംശയം ഉള്ള ഹോസ്റ്റലുകളിലും ഒക്കെ പോലീസ് പരിശോധന തുടരും. ഇന്നലെ നിരത്തുകളിലും പോലീസിൻ്റെ രാത്രി വൈകിയുമൊക്കെ നിരത്തുകളിലും പോലീസിൻ്റെ വാഹന പരിശോധന ഉണ്ടായിരുന്നു. ആ തരത്തിൽ ലഹരിക്കെതിരെയുള്ള പരിശോധനകൾ കർശനമാക്കും. ഒപ്പം ഈ കളമശ്ശേരി കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട പങ്കാളിത്തമുള്ളവരെയൊക്കെ പിടികൂടിയിട്ടുണ്ട്. ഇവിടേക്ക് കഞ്ചാവ് എത്തിച്ച KSU നേതാക്കളെ അടക്കം പിടികൂടി. ഇവർക്കൊപ്പം ഇനിയും ചിലർ കൂടി ഉണ്ട്, ഇവിടേക്ക് ലഹരി എത്തിച്ചവരിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് കാണുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നു. ഒപ്പം ഈ ലഹരിയുടെ കണ്ണികൾ തേടിയുള്ള അന്വേഷണവും ഇപ്പോൾ പശ്ചിമ ബംഗാൾ സ്വദേശിയെ അയാളെക്കുറിച്ച് പോലീസ് ലഭിച്ചു. അതുപോലെ ആരൊക്കെയാണ് ഇവർക്ക് ഈ ലഹരി നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ ഷാലിഖിൻ്റെയും ആഷിഖിൻ്റെയും ഫോൺ കോൾ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വാട്സാപ്പ് ചാറ്റുകൾ എന്നിവയടക്കം പോലീസ് വിശദമായി പരിശോധിച്ച് എല്ലാ നിലയും ഇതിൻ്റെ എല്ലാ കണ്ണികളിലേക്കും എത്താനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. മനു. ശരി ഉമേഷ്, ഏതായാലും അത് ഇങ്ങനെ വളരെ വിശദമായി തന്നെ പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഇതിൽ പ്രതികളായി നിൽക്കുന്നത് KSU നേതാക്കളാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.